യസ്യാന്തം നാതിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീൻ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹരി ഓം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുതിർഭോക്തഃ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രതജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പതേന ഹരഃ പേപീയമാനം മുദാ ഭൂയാദ്ഭാരതപങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുവന്തി ദിവ്യൈസ്തവൈः വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാः സുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ആണ് നമ്മൾ അനുസന്ധാനം ചെയ്തു വരണത്.
ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്താണ്. ഉപനിഷത്ത് ബ്രഹ്മവിദ്യയെ കുറിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം. ആ ബ്രഹ്മവിദ്യയാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത്. ഉപനിഷത് പ്രോക്തമായിട്ടുള്ള അതേ മന്ത്രത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു. കാരണം ഒരു ജീവന് ഉയരണമെങ്കിൽ ഉപനിഷത്താകുന്ന ഉപദേശം കൂടാതെ പറ്റില്ല. ആ ഉപദേശത്തെയാണ് കൃഷ്ണൻ ഇവിടെ ഉപദേശിച്ച് വരണത്. ആത്മാവിൻ്റെ ലക്ഷണത്തെ പറഞ്ഞു, സത്തിൻ്റെയും അസത്തിൻ്റെയും ലക്ഷണം പറഞ്ഞു. ഇവിടെ ആത്മാവിനെ കൊല്ലാൻ തക്കതായി ശക്തനായി ആരും ഇല്ല എന്നും പറഞ്ഞു. അത് കൊല്ലാൻ പറ്റുന്ന വസ്തുവല്ല, അത് കൊല്ലപ്പെടുന്ന വസ്തുവല്ല എന്ന് പറഞ്ഞു. ഇനി ആത്മാവ് എപ്പോഴെങ്കിലും ഉണ്ടായതാണോ, ആരെങ്കിലും ഉണ്ടാക്കിയതാണോ, ഇനി എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം നിലനിന്നു പോകുന്ന വസ്തുവാണോ എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് ഉപദേശിക്കുന്നത്. ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഭഗവാൻ ആത്മലക്ഷണത്തെയും സത്യലക്ഷണത്തിനെയും ഒക്കെയാണ് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത്. ഉയർന്ന വിദ്യയിൽ പലരും പ്രഭാഷണത്തിലൊക്കെ ഉപനിഷത്ത് മന്ത്രങ്ങളെ കോട്ട് ചെയ്യണത് പോലെ ഇവിടെ കൃഷ്ണൻ അർജുനന് ഉപനിഷത്ത് മന്ത്രത്തിനെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത്. അയം കഥാചിത് ന ജായത്തെ. ഈ ആത്മാവ് ഏതൊരു വസ്തുവിനെ കുറിച്ചാണോ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്, ആ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല. ന ജായത്തെ. ജനിച്ച പൊരുളിനെല്ലാം മരണമുണ്ട്. ജനിച്ച പൊരുളിനെയാണ് നമ്മൾ ജന്തു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരണം ഉണ്ടാവും. അതുണ്ടാവാൻ കാരണവും ഉണ്ടാവും. ആത്മാവോ ജനിച്ച പൊരുളല്ല. ന മ്രിയതേവ. അത് മരിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അതിന് അമൃതത്വം എന്ന് നമ്മൾ പറയണത്. അത് മരിക്കുന്നില്ല. ജനിച്ച പൊരുൾ എല്ലാം മരിക്കും, അതിന് അമൃതത്വം ഇല്ല. ജനിച്ച പൊരുൾ എല്ലാം ജഡമാണ്. ഉണ്ടായ പൊരുളെല്ലാം ജഡമാണ്. അതിന് കാലക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പരിണാമം വന്നുകൊണ്ടേയിരിക്കും, ഭേദം വന്നുകൊണ്ടേയിരിക്കും. ആത്മാവോ നിത്യസിദ്ധമാണ്. ഒരു കാലത്തും ജനിക്കാത്തതും ഒരു കാലത്തും മരിക്കാത്തതുമാണ്. ഇത് ഉള്ള പൊരുളാണ്. വാട്ട് വിച്ച് ഈസ് എക്സിസ്റ്റ്സ്. ഏതൊന്നാണോ ഇവിടെ ഉള്ളത്, ഉള്ള പൊരുൾ, അതാണ് ആത്മാവ്. ആത്മാവിനോ മരണമോ ജനനമോ ഇല്ല.
ഭൂത്വാ ഭൂയഃ ന ഭവിതാവ. അതൊരു കാലത്ത് ഉണ്ടായിട്ട് നിലനിന്നു പോണ വസ്തുവുമല്ല ആത്മാവ്. എപ്പോഴോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇത് ഉള്ളതായിട്ട് ഭവിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു മൈക്ക് നമ്മൾ ഉണ്ടാക്കി, ഈ മൈക്ക് ഉള്ളതുപോലെ ഇവിടെ ഇരിക്കണം. ഒരു മരം, ആ മരത്തിനെ ഒരു ചെയറാക്കി വെച്ചു, ആ ചെയർ ഉള്ളതുപോലെ ഇരിക്കണം. ഇങ്ങനെ ഉണ്ടാക്കി സംസ്കരിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു പൊരുളല്ല ആത്മാവ്. അയം അജഹ. എന്തിനെയാണോ ഭഗവാൻ ഇവിടെ പറയണത്, ഏതൊരു ആത്മാവിനെയാണോ ഇവിടെ പറയണത്, ആ ആത്മാവ് അജനാണ്, ജനിക്കാത്തവനാണ്. നിത്യഃ ശാശ്വതഃ. അത് നിത്യമാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഉള്ളത് എന്നർത്ഥം. ഒരു കാലത്തും ഇല്ലായ്മ അനുഭവപ്പെടാത്തത് എന്നർത്ഥം. അതിനെയാണ് നിത്യം എന്ന് പറയണത്. അനിത്യം എന്ന് പറയണത് ഉണ്ടായതുപോലെ ഇരിക്കും, പക്ഷേ അത് നിത്യനിരന്തരമായിട്ട് അത് ഉണ്ടാവില്ല. ശാശ്വതഃ. ശാശ്വതം എന്ന വാക്കിന് എല്ലായിടത്തും നിറഞ്ഞിരിക്കണ പൊരുൾ എന്നർത്ഥം. മാറ്റമില്ലാത്തത്, ക്ഷയിക്കാത്തത്. ഈ ആത്മാവ് അജമാണ്, ജനിക്കാത്തതാണ്, നിത്യമാണ്, എല്ലായ്പ്പോഴും ഉള്ളതാണ്. സത്യം. നിത്യം എന്ന വാക്കിന് സത്യം തന്നെ അർത്ഥം, എല്ലായ്പ്പോഴും ഉള്ളത്. അത് ശാശ്വതമാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതും ക്ഷയിക്കാത്തതും മാറ്റം സംഭവിക്കാത്തതുമായിട്ടുള്ളതും. പുരാണഃ. ഈ ആത്മാവ് പുരാണമാണ്, പഴയത് എന്നർത്ഥം, മുൻപേ ഉള്ളത് എന്നർത്ഥം. അങ്ങനെ ഒരു അർത്ഥം. മുന്നം പഴംപൊരുളുക്ക് മുന്നേ പഴംപൊരുളെ എന്ന് മാണിക്യവാചകർ സ്വാമി പരമേശ്വരനെ ധ്യാനം ചെയ്തു. ഇതൊരു പഴയ വസ്തു, പണ്ടുകാലം തൊട്ടേ ഉണ്ടായിരിക്കുന്ന വസ്തു, ഉള്ള പൊരുൾ. അതിനെയാണ് പുരാണം എന്ന് പറയണത്. അത് പുരാണമാണെങ്കിലും പണ്ട് കാലത്തെ ഉള്ളതാണ്. ഇപ്പൊ പുരാണം തന്നെ എടുത്തു നോക്കൂ. ഒരു ഭാഗവതമോ ഒരു മഹാഭാരതമോ വായിക്കും തോറും അതിൽ പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നവമായിട്ടിരിക്കുന്നു, പുതുതായിട്ടിരിക്കുന്നു. ഒരു രാമായണം എത്രയോ രാമായണ മാസം കൊണ്ട് നമ്മൾ വായിക്കണം, എത്രയോ കാലം കൊണ്ട് വായിക്കണം. അത്ര കാലമായിട്ട് നമുക്കത് ബോറടിച്ച് പോകണേയില്ല. എന്ന് വെച്ചാൽ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ സത്സംഗത്തിലൂടെയൊക്കെ നമ്മൾ പുതിയ 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 കഥകൾ കേൾക്കണം. എന്ന് വെച്ചാൽ നവം, അത് പുതുവാണ്, പുതിയതാണത്. ഇപ്പൊ പുരാണം എന്ന വാക്കിന് അർത്ഥം കൂടെ പുരാതനം അതനാപി നവം. അത് ഫ്രഷാണ്. ആത്മാവോ ഫ്രഷാണ്. അതുകൊണ്ടാണ് ഈ ആത്മാ അനുഭൂതി വരുന്ന സമയത്ത് ഏതോ പുതിയ പൊരുൾ കിട്ടിയ പോലെ ഭാവമൊന്നും ആർക്കുമില്ല. ജ്ഞാനികൾക്കെല്ലാം അങ്ങനെയിരുന്നു. എന്തോ പുതിയതായിട്ട് കിട്ടേണ്ട വസ്തുവല്ല, ആപ്യതേ. അത് കിട്ടേണ്ട പൊരുളേ അല്ല, അത് നിത്യസിദ്ധമായിട്ട് ഉള്ള പൊരുളാണ്. അതിനെ ആര് കണ്ടെത്തണോ, മൂക്കത്ത് വെച്ച കണ്ണാടി കണ്ടെത്തണത് പോലെ കണ്ടെത്തണം, അയ്യേന്നാവണം. ഇതാണല്ലോ ഉണ്ടായിരുന്നത്, ഇതിൽ വച്ചിട്ടാണല്ലോ ഞാൻ ഇതിനെ തേടിക്കൊണ്ടിരുന്നത് എന്ന് തോന്നും എല്ലാ സാധന ചെയ്യണ ആൾക്കാരും ഒക്കെ. മൂക്കത്ത് വയ്ക്കണ കണ്ണാടി പോലെ ഈ കണ്ണാടി കാണണില്ല തേടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് ഉള്ള പൊരുളാണ്. ഇത് കിട്ടുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ വരും, നമുക്ക് ഒരു തൃപ്തി വരും. ഉണ്ട് എന്നൊരു തൃപ്തി വരും. അപ്പൊ എൻ്റെ സ്വരൂപം പുരാണമാണ്, അത് ഉള്ള പൊരുളാണ്. ഈ ശരീരങ്ങളോ ഒക്കെ ഉണ്ടാവണതിന് മുമ്പ് തന്നെ ഉള്ള പൊരുളാണ്. അല്ലെ, ചില അമ്മമാരൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പറയും, ഈ കുട്ടിയില്ലാതെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല എന്ന് പറയും. ഇത് കുട്ടി അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല എന്ന് പറയും. ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെ ഉറങ്ങി? അല്ലേ? അപ്പൊ അവർക്ക് ഉറങ്ങാൻ കുട്ടി വേണമെന്ന് നിർബന്ധമേ ഇല്ല.
പക്ഷെ കുട്ടി ജനിച്ചതും ഈ കുട്ടിയുടെ കൂടെ ഞാൻ ഉറങ്ങുള്ളൂ എന്നൊരു ധ്യാനം വെച്ചു, ഒരു ധാരണ വെച്ചു, ഒരു അറ്റാച്ച്മെന്റ് വെച്ചിട്ട് ഈ കുട്ടി ഉണ്ടെങ്കിലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് ചിന്തിച്ച് ഉറങ്ങാതിരിക്കും കുട്ടിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ. അപ്പൊ അതുപോലെ ഈ ശരീരങ്ങൾ ഉണ്ടായതിനു മുമ്പ് തന്നെയും ഈ ആത്മാവ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഈ ശരീരം അങ്ങോട്ട് ഇല്ലാതായാലും ആത്മാവ് അങ്ങനെ തന്നെ നിൽക്കണു. ആത്മാവോ നിത്യമാണ്, ശാശ്വതമാണ്, സത്യമാണ്. അത് ജനിക്കണ പൊരുളല്ല. അയം ശരീരേ ഹന്യമാന ന ഹന്യത്തെ. അതുകൊണ്ട് ഈ ശരീരം അങ്ങോട്ട് നശിച്ചാൽ കൂടെയും ഈ ആത്മാവ് നാശമില്ലാതിരിക്കും. ഉള്ള പൊരുൾ നാ സദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദാ. ആത്മാവെന്ന് പറയുന്നത് സത്താണ്. ആ സത്ത് ഒരു കാലത്തും നാശമില്ലാത്ത പൊരുളായിട്ടിരിക്കും. നമുക്ക് ആ അനുഭവം വരാത്തത് കൊണ്ടാണ് തോന്നാത്തത്. ആത്മാവിൻ്റെ തന്നെ ലക്ഷണമായിട്ടുള്ള അമൃതത്വത്തിലേക്ക് നമ്മൾ തിരിയണില്ല. അതാണ് ഫസ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് ഇഗ്നറൻസ്. ഞാൻ ഈ ശരീരം എന്ന് കരുതുന്നു. ഊനാറുടൽ ഇതുവേ നാനാം എനും നിனைவே നാനാനിனைவுകൾ ഷേരോർ നാരെനുമതനാൽ நான் யார் இடம் ஏது என்றுட்போனால் நினைவுகள் போய் நான் என குகையுள் தானாய் திகழும் ஆத்ம ஞானமே இதுவே மௌனமே ஏகவானமே ഇൻബസ്ഥാനമേ അയ്യേ അതിസുലഭം. ഊണാർ ഉടൽ ഇതുവേ. ഈ മാംസമയമായ ശരീരം ഞാനെന്ന് കരുതുന്നു. നാനാം എനും നിனைவே. അതിനെയാണ് ഞാൻ എന്ന് കരുതിക്കൊണ്ടേയിരിക്കുന്നത്. നാനാ നിனைവുകൾ ഷേർ ഓർ നാർ എനും അതനാൽ. ആ ഒറ്റൊരു ത്രെഡിലാണ് സർവസങ്കല്പങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ ശരീരം എന്നുള്ളൊരു തോട്ട് ഇല്ലെങ്കിൽ മറ്റ് വസ്തുക്കളൊന്നുമേ ഇല്ല. ഞാൻ ഈ ശരീരം എന്നൊരു തോട്ട് വന്നാൽ മറ്റു വസ്തുക്കളെല്ലാം വരും. ഈ ശരീരത്തിനെ സംരക്ഷിക്കണം, ആഹാരം വേണം, ജലം വേണം, വീട് വേണം, സാധന വേണം, അനുഷ്ഠാനം വേണം, ഒക്കെ വേണം. ശരീരം ഖലു ധർമ്മസാധനം. ഈ ശരീരം വെറും ധർമ്മം ചെയ്യാനുള്ള ഉപകരണം മാത്രം. ശരീരം ഞാനല്ല. അത് ഞാൻ കരുതിയാൽ മറ്റെല്ലാം അതിൻ്റെ പിന്നാലെ വന്ന് നിൽക്കും. അത് ഞാൻ എന്നുള്ള ഫസ്റ്റ് ഇഗ്നറൻസ്, ഏറ്റവും ആദ്യത്തെ, ഉറങ്ങിക്കഴിയുമ്പോൾ നല്ല ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് ഞാൻ എന്നൊരു തോട്ട് വരും. എല്ലാവർക്കും കൊട്ടാരമോ വീടോ കാറോ ഒന്നും ഓർമ്മയിൽ വരികയില്ല. ഞാൻ എന്നൊരു തോട്ട് വരും ഫസ്റ്റ്. ഉണർന്ന് എണീറ്റാൽ ഞാൻ. ഈ ഞാൻ വന്നതിന് ശേഷം മാത്രമേ നീയും അവനും ഇവനും ഈ വീടും സ്ഥലവും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇഗ്നറൻസ് അത് ഏർപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ശുദ്ധ ചൈതന്യമാണ്. ഉറക്കത്തിൽ എങ്ങനെ ഫ്രഷ് ആയിരുന്നു, എത്ര വലിയ ക്ഷീണം പിടിച്ച ഒരു രാത്രിയാണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷീണം എങ്ങനെ പോകുന്നു, എന്ത് ബൂസ്റ്റ് കുടിച്ചിട്ടാണ്, എന്ത് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചിട്ടാണ്. ഉള്ളിൽ ഒരു ഡിപ്പ് അല്ലേ, ആത്മാനുഭൂതിയിൽ ഒരു ഡിപ്പ് പോയിട്ട് വന്നാൽ തന്നെ നമ്മൾ ക്ഷീണമൊക്കെ മാറി. എന്താന്ന് വെച്ചാൽ അമൃതത്വമാണ്. എൻ്റെ സ്വരൂപമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് നല്ല റിലീഫ് കിട്ടി. ഉറക്കമില്ലാതിരുന്നാലോ എത്ര വേണമെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരവും കാറും ഒക്കെ തരാം, ഒരു കൊല്ലം ഉറങ്ങാതിരിക്കൂ എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഉള്ള സാധനവും കൂടെ കൊടുത്തിട്ട് ഉറങ്ങാൻ നോക്കൂ. കാരണം എന്താ, അത് ശാശ്വതമായിട്ടൊരു സുഖം അവിടെ ഉണ്ട്. ഒരു നല്ല നിജ സുഖ അനുഭവം അവിടെ ഉണ്ട്.
ആ അനുഭവത്തിനോ നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യമേ ഇല്ല. ശരീരമുണ്ടെന്നുള്ളൊരു ഭാവമേ ഇല്ല, അവിടെ മനസ്സുമില്ല. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് പർട്ടിക്കുലർലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ സുഖാനുഭവമുണ്ട്. ആ സുഖം താനേ താനേ തത്വം ഇതനെ താനേ കാട്ടുവായി അരുണാചല. അത് സ്വയമേവ ഞാൻ അറിയണു. ആ സുഖം സ്വയമേവ ഞാൻ ആ സുഖസ്വരൂപമായിട്ടിരുന്നു, ആനന്ദസ്വരൂപമായിട്ടിരുന്നു. ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ആ ആനന്ദസ്വരൂപമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ പരമമംഗളമായിരുന്നു ഞാൻ, പരമമംഗളമായിരുന്നു ഞാൻ, പരമമംഗളമായിരുന്നു ഞാൻ. അപ്പോൾ അർജുനനിവിടെ ദുഃഖം വരണം. എന്തുകൊണ്ടാണ് ദുഃഖം വരണത്? അർജുനൻ ശരീരം എന്ന് കരുതുന്നു. ഒരു ഫോൾസ് നോളജ്, ഞാൻ ആരൊക്കെയോ കൊല്ലാൻ പോകുന്നു എന്നൊരു നോളജ്, ആരാലോ ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നൊരു നോളജ് കൂടെ. തൻ്റെ നിജ സ്വഭാവം, തൻ്റെ നിജമായിട്ടുള്ള സ്വരൂപത്തെ ആരറിയണോ അവന് നാശമില്ല. പക്ഷെ ജഡം ഞാൻ എന്ന് കരുതുന്നു. ഈ ജഡത്തിൻ്റെ പ്രകൃതം 6 തരത്തിലാണ് ജഡത്തിന് പ്രകൃതമുള്ളത്. ഒന്ന്, ജഡം ഒരു നാളേക്ക് ജനിക്കും. അതിനൊരു ആരംഭമുണ്ട് ജഡത്തിന്. അതിനാണ് നമ്മൾ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത്. ഓരോ ബർത്ത്ഡേക്ക് കൈകൊട്ടി ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡെത്തിലേക്കുള്ള നീക്കമാണത്. മരണത്തിലേക്കുള്ള നീക്കമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം തോറും കൈയടിച്ച് കുറച്ച് ആൾക്കാരെ കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് കേക്കൊക്കെ മുറിച്ച്. ഇപ്പൊ തലയിൽ കൂടെ ഒക്കെ കേക്ക് വാരി എറിയലാണ്. ചിലപ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ ഡെത്താവും, പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ജനിക്കുക എന്നുള്ളത് ജഡത്തിന്റെ ഒരു പ്രകൃതമാണ്. പിന്നെന്ത് ചെയ്യും? കുറച്ചുനാൾ ഉള്ളതുപോലെ വർദ്ധിക്കും. ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ജനിച്ചു, ആ ശരീരം പിന്നെ പതുക്കെ ഉള്ളതുപോലെ വർദ്ധിക്കും. അത് കുറച്ച് നാള് പിന്നെന്ത് ചെയ്യും? പെരുകുക. പെരുകുക എന്ന് പറയുന്നത് പോലെ ഇത് പെരുകുക. അങ്ങോട്ട് ഈ ശരീരം അങ്ങോട്ട് പെരുകി അകത്ത് ഒരുപാട് സെൽസ് ഫോം ചെയ്ത് എല്ലാം പെരുകണം. ഹാർട്ട് വളരണോ, ഇത് വളരണോ, കിഡ്നി വളരണോ, എല്ലാം പെരുകി വരണോ. പലതരത്തിലുള്ള രൂപഭേദം ഉണ്ടാവും അല്ലേ? കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഇരുന്ന ആളാണോ ഇപ്പോഴും? ഏതോ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞാനാണെന്ന് അഭിമാനിക്കണമെന്നല്ലാതെ ആ ഫോട്ടോയും ഒരു 5 വയസ്സായ കുട്ടിയുടെ ഫോട്ടോയും 90 വയസ്സായ അപ്പൂപ്പൻ അതേ ഫോട്ടോ എടുത്തു വെച്ച് നോക്കിയാൽ ഒരു സംബന്ധമേ ഇല്ല. എന്നുവെച്ചാൽ വിവിധ തരത്തിലെ ഭേദങ്ങൾ വന്നിരിക്കുന്നു, മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം മാറ്റമാണ്, മാറിക്കൊണ്ടേയിരിക്കും. സത്യം ഒരു കാലത്തും മാറില്ല, പക്ഷെ ജഡം മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിനെയാണ് നമ്മൾ ഞാൻ എന്ന് കരുതണത്. അതുകൊണ്ട് എന്താ ഫലം അല്ലേ? നല്ല തലമുടിയൊക്കെ വെളുത്ത് വരുമ്പോൾ ഭയം വരണം. ശരീരത്തിന് എണീറ്റ് നടക്കാൻ പറ്റാതാവുമ്പോൾ ഭയം വരണു. മുടി ചൊട്ടയാവുമ്പോൾ ഭയം വരണം. എന്തൊക്കെയോ വെച്ച് മറച്ചു വയ്ക്കാൻ നോക്കണു, വിഗ് വയ്ക്കാൻ നോക്കണു, അത് വയ്ക്കാൻ നോക്കണു. എന്താന്ന് വെച്ചാൽ ശരീരം ഞാനെന്നുള്ളൊരു അഭിമാനമാണ്. ആ ശരീരം എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾ സംഭവിച്ച് പതുക്കെ അത് ക്ഷയിക്കണം. ശരീരം എന്ന് വെച്ചാൽ ക്ഷീയതേ ഇത് ശരീരഹ. എന്താണോ ക്ഷയിക്കണത് അതിനെയാണ് ശരീരം എന്ന് നമ്മൾ പറയുന്നത്. ദേഹം ദഹ്യതേതി ദേഹ എന്ന് നമ്മൾ വിചാരം ചെയ്ത് വരണം. ഇത് ദഹിക്കപ്പെടേണ്ടതാണ്, ഈ ദേഹം ഇല്ലാതാവുന്നതാണ്. ഇതൊരു നാളേക്ക് ക്ഷയിക്കും, പിന്നെ നശിക്കും. എല്ലാ പൊരുളും ജഡവസ്തുക്കളുടെ എല്ലാം പ്രകൃതം ഇതാണ്. അതിന് മാറ്റമുണ്ട്. പക്ഷെ ആത്മാവോ നിത്യസിദ്ധമായ പൊരുൾ, അതിന് ഒരു കാലത്തും മാറ്റമില്ല. എപ്പോഴെങ്കിലും നമുക്ക് ജനിച്ച അനുഭവം ഉണ്ടോ? ആരെങ്കിലും ബർത്ത്ഡേ എന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും പണ്ട് കാലത്തൊക്കെ പോയാൽ ബർത്ത്ഡേ കൂടെ അവർക്ക് ഓർത്തു വയ്ക്കാൻ, ഇന്ന ദിവസമാണോ ജനിച്ചത്, അല്ലേ ഇന്നതായിരിക്കും, ഈ ദിവസമായിരിക്കും, ഊഹം പറയും. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ആ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു. 10 മണിയോ 11 മണിയോ 12 മണിയോ ഓർമ്മയില്ല,
ഊണ് കഴിക്കുന്നതിന് മുമ്പാണ് അന്ന്. അപ്പോൾ ഊണ് കഴിച്ചെന്ന് കൂടെ അറിയില്ല. അപ്പൊ ഈ ഊഹങ്ങൾ വെച്ചിട്ട് പോയി ജ്യോതിഷശാസ്ത്രം കൂടെ നോക്കിയാൽ സത്യമാവോ? ഇല്ല. പക്ഷെ നമുക്ക് ഞാൻ ജനിച്ചു എന്നൊരു അഭിമാനം, ഞാൻ ജനിച്ചു എന്നുള്ളൊരു അനുഭവം ഉണ്ടോ? ആർക്കെങ്കിലും അവനവൻ ജനിച്ചു എന്നൊരു അനുഭവം ഉണ്ടോ? ജനനം ഓർമ്മയുണ്ടോ? സമയം ഓർമ്മയുണ്ടോ? ഇല്ല. എന്ത് ഓർമ്മയുണ്ട്? ഞാനുണ്ട്, അത് ഓർമ്മയുണ്ട്. ഇതേപോലെ തന്നെയാണ് മരിക്കണ സമയത്തും ഞാനുണ്ട്. എനിക്കത് അറിയാനേ സാധ്യമല്ല. അപ്പൊ ശരീരം ഞാനല്ല, എനിക്ക് ശരീരം കൊണ്ടൊരു ഒരനുഭവവുമില്ല. ഈ കാണപ്പെടുന്ന ജഗത്ത് കൊണ്ടൊന്നും എനിക്ക് ഒരനുഭവവുമില്ല. വാസ്തവത്തില് ഈ ജഗത്ത് ഞാനല്ല, ജഗത് മിഥ്യ, ബ്രഹ്മ സത്യം, ബ്രഹ്മമാണ് സത്യം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്, നീ ശരീരമല്ല, ക്ഷയിച്ചു പോണ വസ്തുവല്ല, നീ മരണമില്ലാത്ത പൊരുളാണ്, നീ ആരെയും കൊല്ലാനും പോണില്ല, ആരും കൊല്ലപ്പെടാനും പോണില്ല, ആരാലും നീ കൊല്ലപ്പെടുകയില്ല. അമൃതത്വം ഈസ് യുവർ റിയൽ നേച്ചർ. മരണമില്ലായ്മ അത് നിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പതുക്കെ 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 സത്യത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, സത്യത്തിനെ ദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ദേശികൻ, ഭഗവാൻ ഇവിടെ ദേശികനായിരിക്കുകയാണ്. സത്യത്തിനെ ചൂണ്ടിക്കാണിക്കണവനാണ് ദേശികൻ. അതുകൊണ്ട് ഗുരുവിന് ദേശികൻ എന്നൊരു നാമം. എന്ന് വെച്ചാൽ ഗുരു സത്യത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലാഭവും ആഗ്രഹിക്കാതെ ഗുരു സത്യത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളി അവരാഗ്രഹിക്കുന്ന ലാഭം അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രം, അതിനെ ആചരിക്കുക എന്നുള്ളത് മാത്രം, അതിനെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് മാത്രം. കാഞ്ചി പെരിയവരുടെ ഒരു കഥ നമ്മുടെ സ്വാമി പറഞ്ഞു കേട്ടത്. ഒരു നാൾ ഒരാൾ കാഞ്ചി പെരിയവരെ കാണാൻ വന്നിട്ട് കാലിൽ നമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങക്ക് എൻ്റെ തല തന്നെ ഞാൻ തരും എന്ന് പറഞ്ഞു. എൻ്റെ തല വേണമെങ്കിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തോ, ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് ഉണ്ട്, എനിക്ക് എന്തു വേണമെങ്കിലും ഞാൻ അങ്ങക്ക് തരാം, എൻ്റെ തല വേണമെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ തല എടുത്തിട്ട് എനിക്ക് ജയിലിൽ പോയി കിടക്കണ്ടേ, നിന്റെ തലയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങക്ക് വേണ്ടി സർവം സമർപ്പിച്ചിരിക്കണോ എന്ന് പറഞ്ഞു. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി. അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മ എല്ലാവരുടെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. അപ്പോൾ ആ അമ്മ അവിടെ ഇരിക്കണു. ഈ അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവർക്കിட்ட പോയി കേള്, നീങ്ക സുമംഗലിയാന്ന് കേള്, നിങ്ങൾ സുമംഗലിയാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അവർ വിധവയാണ്. അവർ പോയി സുമംഗലയാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിരിക്കണം. ഒന്നാമതേ അവർക്ക് ദേഷ്യം. അവരുടെ അടുത്ത് പോയി ഞാൻ സുമംഗലയാണോ നിങ്ങളെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എടുത്ത് അടിക്കുക വരെ ചെയ്യും. അപ്പോൾ പറഞ്ഞു, ഇത് മാത്രം വേണ്ട, വേറെ എന്തെങ്കിലും പറയൂ സ്വാമി എന്ന് പറഞ്ഞു. ഇല്ല, നീ എന്തു പറഞ്ഞാലും ചെയ്യുമല്ലോ, നീ പോയി ചോദിക്കൂ. എന്തു പറഞ്ഞാലും ചെയ്യുമല്ലോ, നീ പോയി ചോദിക്കൂ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് ചോദിക്കാനേ മുതിർന്നില്ല. അപ്പോൾ ആ അമ്മ ആ സൈഡിലിരുന്നിട്ട് വിളിച്ചു, ഏയ് ഇങ്ങ വാടാ, ഏതാവത് ചൊല്ലണമാ, എന്തെങ്കിലും പറയണോ എന്ന് അമ്മ ചോദിച്ചു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, എനിക്കില്ല, സ്വാമിക്ക് എന്തോ പറയണം. എന്തു പറയണം, പറഞ്ഞോളൂ. അമ്മ സുമംഗലയാണോ? ഞാൻ ചോദിച്ചതല്ല, സ്വാമി ചോദിച്ചതാണ്. അപ്പൊ അവര് പറഞ്ഞു, ആമാ പെരിയവർക്ക് തെരിയുമേ, ഞാൻ സുമംഗലയാണ്, അവർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ പെരിയവർ വന്നിരിക്കേ, ഈ അമ്മയുടെ സ്ഥലത്തിന്റെ പേരാണ് സുമംഗല. ഇയാള് വിചാരിച്ചത് എന്താ, അമ്മയുടെ ബാഹ്യ ജീവിതത്തിൽ അമ്മ സുമംഗലയാണോ എന്നാണ് ഇദ്ദേഹം ചിന്തിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സ്വയമേവ ഉള്ള മുൻവിധിയിലൂടെ ഒരു ഹയർ പ്ലെയിൻ ഉപദേശിച്ചിട്ടും ഇദ്ദേഹം പോയി ചോദിക്കാൻ മടിച്ചിരുന്നു. അപ്പോ കാഞ്ചി പെരിയവര് പറഞ്ഞു,
വിശ്വാസം വേണം. തലയല്ല കൊടുക്കേണ്ടത്, അല്ലേ? തല കൊടുക്കാന്നൊക്കെ പ്രാർത്ഥിക്കും, പറയും, വെറുതെ ഒരു പറച്ചിൽ മാത്രം. പക്ഷെ വിശ്വാസം എന്ന് പറയണത് ഒരു ഗുരുവിൻ്റെ വചനത്തിനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ കൂടെയും ഈ ജഗത്തങ്ങോട്ട് മാറിപ്പോകും. ഞാൻ ആത്മാവാണെന്ന് സ്വയമേവ നിശ്ചയിച്ചുകൊള്ളുക. സ്വാമി വിവേകാനന്ദൻ കൂടെയും കുറച്ച് പെയിൻ വന്ന്, രോഗം വന്ന്, പെയിനിൽ സഫർ ആയിക്കൊണ്ടിരുന്നപ്പോൾ കൂടെ ഇരുന്ന് ശിഷ്യയും ഒക്കെ ചോദിച്ചു, ആംബുലൻസ് വിളിക്കട്ടെ, ഹോസ്പിറ്റലിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ജസ്റ്റ് ലീവ് മീ അലോൺ, കുറച്ച് നേരത്തേക്ക് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി മെഡിറ്റേഷൻ ചെയ്ത് വെളിയിൽ ഫ്രഷായിട്ട് ഇറങ്ങി വന്നു. ഒരു ക്ഷീണവുമില്ലാതെ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ മിറാക്കിൾ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ അഹം ആത്മാ എന്ന് ധ്യാനം ചെയ്തു. ഞാൻ ആത്മാവാണ് എന്ന് ധ്യാനം ചെയ്തു ഞാൻ. അപ്പോൾ ആ ധ്യാനം തന്നെ നമ്മളെ മറ്റു വസ്തുക്കളിൽ നിന്നൊക്കെ പിടിപിടിയിക്കും. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഭഗവാൻ ഈ ഉപദേശിച്ച മന്ത്രം എക്സാക്ട് കഠോപനിഷത്ത് മന്ത്രം തന്നെയാണ്. കഴിഞ്ഞ മന്ത്രവും ഈ മന്ത്രവും കഠോപനിഷത്തിൽ നിന്നും കടമെടുത്ത മന്ത്രമാണ് ഭഗവാൻ ഉപദേശിച്ചത്. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ആ സെയിം മന്ത്രത്തിനെ ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു. ആ ഉപദേശം എന്തിനാ? ഈ ദുഃഖത്തെ അങ്ങോട്ട് മാറ്റൂ, ഈ ദുഃഖത്തിൽ നിന്നും നീ നിവർത്തിക്കണം. ദുഃഖം നീ അനാത്മവസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്. അനാത്മാശ്രയാണാം ത്രയാണാം തുരീയം തദേകോവശിഷ്ട ശിവക്കേവലോഹം. അനാത്മാശ്രയം, അനാത്മാവിൽ പോയി ആശ്രയിക്കണു. ആ ആശ്രയം തന്നെയാണ് നിനക്ക് ദുഃഖത്തിന് കാരണമായിരിക്കണത്. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് നീ സത്യത്തിനെ അറിഞ്ഞുകൊള്ളൂ, ഈ ആത്മാവിനെ നീ അറിഞ്ഞുകൊള്ളൂ. അനുഭവം മാത്രമേ നിനക്കുള്ളൂ. അടുത്ത മന്ത്രം വേദാ വിനാശിനം നിത്യം യേനമജമവ്യയം കഥം സഃ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. അല്ലയോ പാർത്ഥ, അല്ലയോ അർജുന, അല്ലയോ കുന്തി പുത്ര, യഹ അവിനാശിനം നിത്യം അജം അവ്യയം യേന വേദ. ഒരു കാലത്തും നാശം സംഭവിക്കാത്തതായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും ജനിച്ചിട്ടില്ലാത്തതും അവ്യയം, ഒരു കാലത്തും ഒരു കുറവും വരാത്തതും, അല്ലെ, ഒരു ലെവൽ കുറവ് കൂടെ വരാത്തതുമായിട്ടുള്ള ഈ ആത്മാവിനെ, ഏനം, ഈ ആത്മാവിനെ വേദ അറിയുന്നുവോ? സഹാ പുരുഷ കഥം കം ഘാതയതി കം ഹന്തി. അങ്ങനെ അറിവുള്ളവൻ, അറിവുള്ളൊരു പുരുഷൻ, ഒരു ജീവൻ, ആ ജീവൻ എങ്ങനെയാണ് ആരെങ്കിലും കൊല്ലാൻ പോണത്? ഇനി ആരാലാണ് കൊല്ലപ്പെടാൻ പോണത്? ആത്മാവിന്റെ ലക്ഷണത്തിനെ വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കണു കൃഷ്ണൻ. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ശിഷ്യനായിട്ടുള്ള അർജുനൻ ട്രാക്കിൽ വീഴണമേ. ഈ ട്രാക്കിൽ അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല. ഈ ഫ്ലൈറ്റൊക്കെ പൊങ്ങാൻ നേരത്ത് ഈ റൺവേയിലൂടെ പോയ ഫ്ലൈറ്റിൻ്റെ സ്വരൂപം എന്താന്ന് വെച്ചാൽ പറക്കുക, അതിൻ്റെ സ്വഭാവം പറക്കുക എന്നാണ്. പക്ഷെ ഇത് അങ്ങോട്ട് വെറുതെ പറക്കുവോ? ഇല്ല, കുറച്ച് ഫ്രിക്ഷൻ വേണം, കുറച്ച് എസ്കേപ്പ് വെലോസിറ്റി വേണം. കുറച്ചു നേരം ഈ റൺവേയിലൂടെ ഓടിയാൽ മാത്രമേ ഈ ഫ്ലൈറ്റിന് പൊങ്ങാനുള്ള വെലോസിറ്റി കിട്ടുള്ളൂ. അതുപോലെ ഈ ഗ്രൗണ്ടിലിട്ട്, ഈ ട്രാക്കിലിട്ട് ഓട്ടിക്കുകയാണ് ഭഗവാൻ. വീണ്ടും വീണ്ടും ഈ ആത്മാവിന്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മാവ് നിത്യമാണ്, ഒരു കാലത്തും നശിക്കാത്തതാണ്. നമ്മുടെ തന്നെ ശരീരത്തിൽ നമ്മൾ നോക്കൂ, ശരീരം നാശം സംഭവിച്ചുകൊണ്ടിരിക്കണു, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കണു. ഓരോ കോശങ്ങളും മരിച്ചുകൊണ്ടിരിക്കണു. ഓരോ നിമിഷം, അണുനിമിഷം കോശങ്ങൾ മരിക്കുകയും ജനിക്കുകയും ചെയ്യണു. ലക്ഷക്കണക്കിന് ജനിക്കണോ മരിക്കണോ.
ഈ മനസ്സിന്റെ വിക്ഷേപം പലതരത്തിലെ കാലത്തായ ഇഡ്ഡലി ദോശയിൽ പോയി നിൽക്കണു, ഉച്ചയ്ക്കായ നല്ല ഊണിൽ പോയി നിൽക്കണു, വൈകിട്ടായ ചപ്പാത്തി കറി സബ്ജി എല്ലാത്തിലും പോയി നിൽക്കണു, പാർക്കിൽ പോയി നിൽക്കണു, അമ്പലത്തിൽ പോയി നിൽക്കണു. ഈ മനസ്സോ ശാശ്വതമല്ല. അശാശ്വതമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള മനസ്സോ അതും ഒരു കാലത്തും ഒരുപോലെ ഇരുന്നില്ല. പക്ഷെ ഞാൻ ഒരു അനുഭവം എല്ലാ കാലത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അതിന് ഒരു വ്യതിരിപ്പോ ഒരു മാറ്റമോ ഒന്നുമേ ഇല്ല. ആ മാറ്റം നമുക്ക് അനുഭവിക്കാനേ സാധ്യമല്ല. ഇങ്ങനെയാണ് നമ്മുടെ മനനം വരേണ്ടത്. ആ മാറ്റമില്ലാത്ത പൊരുളിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ വി വിൽ ബി ഇൻ ട്രാക്ക്. നമ്മൾ ട്രാക്കിലേക്ക് കടക്കും. ആ ട്രാക്കിലേക്ക് പോയാൽ പിന്നെ ഈസിലി വി ക്യാൻ മൂവ് വിത്ത് ലൂബ്രിക്കേഷൻ. നല്ല പോലെ ട്രാക്കിലൊക്കെ ഇരിക്കുന്ന ട്രെയിൻ പോലെ ഇങ്ങനെ മൂവ് ആവും. ട്രാക്ക് തെറ്റാതെ നോക്കിയാൽ മതി. ട്രാക്ക് തെറ്റാതെ നോക്കിയാൽ മതി. പക്ഷെ ഒരു നേരം നമ്മൾ ട്രാക്കിലായാൽ പിന്നെ നമ്മൾ ഈസിലി ആ ട്രാക്കിലേക്ക് പോവും. കഷ്ടപ്പാടില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇടയിലൊന്ന് വ്യതിചലിച്ചാൽ കൂടെ ഇല്ല. സ്വാമി വിവേകാനന്ദനൊക്കെ അങ്ങനെയാണ്. ഇടയിലൊന്ന് ശരീരം വിചാരിച്ചപ്പോൾ സഫറിങ് വരണു, ആത്മാന്ന് വിചാരിച്ചപ്പോൾ ഫ്രഷ്നെസ് വരണു. അപ്പൊ ട്രാക്ക് മാറിപ്പോകുമ്പോൾ പതുക്കെ 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 ഈ ട്രാക്കിലൂടെ നമ്മൾ പോവുക. അങ്ങനെയുള്ള ഈ ശരീരത്തിന് നാശമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. ഈ ശരീരം വീണ്ടും വീണ്ടും ജനിക്കും. അല്ല, ഇതിപ്പോൾ നിത്യമാണെങ്കിൽ എന്തിനാ ഇപ്പോൾ ഈ ജനന മരണം സൃഷ്ടിയൊക്കെ നടന്നിരിക്കുന്നത്? പലരുടെയും ചോദ്യമാണ്. എന്തിനാ ഭഗവാൻ ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്? ചിലർ ചില സന്ദേഹം വെച്ചുകൊണ്ടേയിരിക്കും. മുട്ടയാണോ വന്നത്, കോഴിയാണോ വന്നത്? ഇത് രണ്ടും ആലോചിച്ച് ഒരു കാലത്തും ആൻസർ കിട്ടേയില്ല. വേദാന്തം പറയുന്നതോടെ മുട്ടയില്ല കോഴിയില്ല എന്നാണ്. ഈ കാണപ്പെടുന്ന ജഗത്തേ ഇല്ല. ഇവിടെ ഒന്നുമേ ഇല്ല. ഉള്ളത് ഒരേ ഒരു പൊരുളാണ്. ആ പൊരുള് നിത്യമാണ്, ശാശ്വതമാണ്, സത്യമാണ്. എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ. സത്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആത്മാവിന്റെ ലക്ഷണത്തിലൊന്നാണ് സത്യം. അതിനാണ് നിത്യം എന്ന് പറയുന്നത്. ആ സത്യം രണ്ടില്ല. സത്യം എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തുമുള്ള സത്യം ഇപ്പോ ഈ നിമിഷം ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് സത്യമല്ല. സത്യം എവിടെയെങ്കിലും നേടേണ്ടതാണോ? ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്നതാണോ? സത്യം സർവത്തിലുമുണ്ട്. സർവത്തിനെയും വളർത്തണത് സത്യമാണ്. ഈ ശരീരം നിലനിൽക്കുന്നത് കൂടെ ഒരേ ഒരു സത്യത്തിന്റെ നിലനിൽപ്പാണ്. സത്യസ്യ സത്യം ഋതസത്യനേത്രം. ഇത് സത്യം. നമ്മളിപ്പോൾ ഈ വ്യാവഹാരിക തലമൊക്കെ സത്യമാവണത് പിന്നാലെ ഒരു സത്യം ഇരിക്കുന്നത് കൊണ്ടാണ്. ആ സത്യം പാരമാർത്ഥികമായ സത്യം. വ്യാവഹാരിക തലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പാരമാർത്ഥികമായ സത്യമാണ് ഉയർന്നിരിക്കുന്നത്. അതിലുപരി ഒരു സത്യമില്ല. പരമമായ സത്യം അത് ഈ നിമിഷം റെക്കഗ്നൈസ് ചെയ്താൽ ഉണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ഷർട്ട് ഇടുന്നത് പോലെ ഉള്ളൂ. പുതിയൊരു ഷർട്ട് ഇട്ടു, ആ ഷർട്ട് കേടായി, അതിന് ഊരി വെച്ചു, അടുത്തതിടുന്നു, ഇതുപോലെ ഉള്ളൂ. കൃഷ്ണൻ ഇവിടെ ഉപദേശിക്കാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. നരഹ മനുഷ്യൻ യഥാ ജീർണാനി വാസാംസി വിഹായ. ഒരു എക്സാമ്പിൾ ഭഗവാൻ കൊടുക്കണു, ഒരു ദൃഷ്ടാന്തം കൊടുക്കണു. ഒരു ജീവൻ, ഒരു നരൻ, ഒരു മനുഷ്യൻ ജീർണിക്കപ്പെട്ടു പോയതായിട്ടുള്ള അവൻ്റെ ഷർട്ടോ ഒരു വസ്ത്രമോ ജീർണമാവുമ്പോൾ കീറി മുറിഞ്ഞു പോയതായിട്ടുള്ള വസ്ത്രത്തിനെ അവൻ എങ്ങനെ ഉപേക്ഷിക്കണമോ, അപരാണി നവാനി ഗൃണതി,
ആ കീറിയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ഇടുന്നത് പോലെ തഥാ ദേഹി, അപ്രകാരം ഈ മനസ്സ്, ദേഹി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സും തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ ആത്മാവില്ലേന്ന് ചോദിച്ചാൽ ആത്മാവിൽ നിന്നും പ്രതിഫലിക്കുന്നതായിട്ടുള്ളൊരു ശക്തി, ഒരു അതിശയ ശക്തിയാണ് മനസ്സ്. കേനേഷിതം പതതി പ്രേഷിതം മനഃ. എന്തുകൊണ്ടാണോ ഈ മനസ്സ് വെളിയിൽ പോയി പതിക്കണത്, ആ പൊരുളിനെ നമ്മൾ, അത് അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്. ഈ മനസ്സ് എന്ന് പറയുന്നതാണ് ഈ സങ്കല്പം, വികല്പം എല്ലാം. ഈ സങ്കല്പ വികല്പം എല്ലാം വെളിയിൽ ഷാറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഷാറ്റേറിങ്, ഈ ആഗ്രഹം ഒക്കെ മറ്റൊരു ജന്മത്തിന് കാരണമാകും. അതുപോലെ തന്നെ ഒരു ഷർട്ട് ഊരണു, ഏത് ടൈപ്പ് ഓഫ് ഷർട്ടാണ് നമ്മൾക്ക് ഇഷ്ടം, ആ ഷർട്ട് കീറിയാൽ അതേപോലത്തെ ഒരു ഷർട്ട് ഇടാൻ നമ്മൾ നോക്കും, ഇല്ലേ? ഞാൻ ഇതുപോലത്തെയാണ്. ചിലരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഈ വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്നു. അവരെ വസ്ത്രം കേടായ അവർ വീണ്ടും ഒരു വെള്ള വസ്ത്രം തന്നെ ഇടുന്നു. ഇതുപോലെയാണ് ഈ ശരീരം വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കണു. ഈ ആഗ്രഹം നിവർത്തിക്കാൻ പറ്റാതെ പോയി നശിച്ചു, വീണ്ടും ആ ആഗ്രഹത്തിനെ ചുമന്നുകൊണ്ടാണ് നമ്മൾ വരണത്. അതുപോലെ തഥാ ദേഹി ജീർണാനി ശരീരാണി വിഹായ, ഈ ഉപയോഗശൂന്യമായ ദേഹത്തെ വെടിഞ്ഞ് അന്യാനി നവാനി സംയാതി, വേറെ പുതിയ ദേഹങ്ങൾ സ്വീകരിക്കുന്നു, കൈക്കൊള്ളുന്നു. അപ്പൊ ഈ ദേഹം എന്താന്ന് വെച്ചാൽ സത്യത്തിനെ അറിയാൻ വേണ്ടിയാണ്, അല്ലെ? ഷർട്ട് എന്തിനാന്ന് ചോദിച്ചാൽ പുറത്ത് പോയി പാല് വാങ്ങിയാനോ ഇത് വാങ്ങിയാനോ സ്കൂളിൽ പോകാനോ ഒക്കെയാണ്. വീട്ടിൽ വന്ന ഈ ഷർട്ടിനെയൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്നത് പോലെ ഈ ഷർട്ടിനെ ഡെയിലി നമ്മൾ ഊരിയിട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ശരീരമാകുന്ന ഷർട്ട്. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിൽ, ഉറക്കത്തിൽ ഈ ശരീരം പോകണം. ഈ മനസ്സിന് ഇന്ന ശരീരം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഇല്ലേ? സ്വപ്നത്തിൽ മനസ്സ് വേറെ ഏതോ ശരീരം എടുക്കണം, എന്തൊക്കെയോ രൂപം. ചിലരൊക്കെ ഏലിയനെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് പറയും, സ്ഥിരം ഏലിയനെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ഇല്ല അവിടെ. അപ്പൊ മനസ്സിന് ഇന്ന രൂപം വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഈ ശരീരത്തിനെ തന്നെ നമ്മൾ നിത്യനിരന്തരമായിട്ട് ഒരു ലിമിറ്റഡ് വെർഷനായിട്ട് നമ്മൾ ഊരണു. അതാണ് നിദ്ര എന്ന് പറയുന്നത്. നിദ്ര വെറും ലിമിറ്റഡ് ആണ്, കുറച്ച് നേരത്തേക്ക്. ഇനി ഈ സുഷുപ്തി അനുഭവം ബ്രഹ്മമാണ്, ബ്രഹ്മാനുഭവമാണ്. സുഷുപ്തിയിലെ അനുഭവം, സുഷുപ്തിയിലെ അനുഭവം ബ്രഹ്മാനുഭവമാണ്. പക്ഷേ ആ സുഷുപ്തി അറിവില്ലാത്തടത്തോളം സുഷുപ്തി കൂടെ ലിമിറ്റഡ് ആണ്. ഏതോ വന്നു പോകണം എല്ലാവർക്കും, ഇല്ലേ? വിചാരം ചെയ്യണവനും സുഷുപ്തി വരും, പരമലൗകികനും സുഷുപ്തി വരും, വേദം പഠിക്കണവനും സുഷുപ്തി വരും, കള്ളന്മാർക്കും സുഷുപ്തി വരും. അതുകൊണ്ട് അത് വെറും ലിമിറ്റഡ് ആണ്. അതിനെ അറിഞ്ഞാലാണ് നമ്മൾ അൺലിമിറ്റഡ് ആവണത്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഇവിടെ ഉപദേശിക്കുകയാണ്, ഈ ദേഹം എന്ന് പറയുന്ന വസ്തു എന്തിനാ? ധർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ശരീരം. ശരീരം കൊണ്ട് നമ്മൾ ധർമ്മം ചെയ്യുക, യജ്ഞം ചെയ്യുക. ഇതല്ലാതെ ഇതിനൊരു പ്ലസ് പോയിന്റ് ഒന്നുമില്ല. ഇതല്ലാതെ ഇതിനൊരു പോയിന്റേ ഇല്ല. വെറും മനുഷ്യന്മാരാണ് നാട്ടിൽ മൃഗങ്ങൾക്ക് കൂടെ ശല്യമേ. മൃഗങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എടുക്കണു, പോണു, വ്യവഹരിക്കണു, വേറെ ഒന്നും ആഗ്രഹിക്കണില്ല. മനുഷ്യനോ നോക്കൂ, ഫ്ലാറ്റ് കെട്ടണു, വീട് കെട്ടണു, AC വെക്കണു, ഒരുപാട് വാഹനങ്ങൾ കൊണ്ട് പൊല്യൂട്ട് ചെയ്യണു ഈ പ്രപഞ്ചത്തിനെ. മല, ഇപ്പൊ തിരുവണ്ണാമലയിൽ നമ്മളിപ്പോൾ പോയപ്പോൾ കഴിഞ്ഞ മാസം കണ്ട മല ഇന്ന് അവിടെ ഇല്ല. എല്ലാം തുറന്ന് കൊണ്ടുപോവാണ്. പ്രകൃതിക്ക് തന്നെ നാശം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് ജീവിജാലങ്ങളോ പ്രകൃതിക്ക് നാശമേ ചെയ്യണില്ല. അത് പ്രകൃതിയിൽ ഇഴകിച്ചേരണം. മനുഷ്യനാണ് ഇതിനൊക്കെ നാശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വിവേകി എന്ന് നാമവും പേര്, വലിയ വിവേകിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നാശം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. കാക്ക എത്രയോ കാലം കൊണ്ട് വെറും ഒരു ചുള്ളിക്കമ്പ് കൊണ്ടാണ് ഈ കൂടൊക്കെ കെട്ടുന്നത്. എന്നാൽ കാലം 2025 ആയില്ലേ, ഇനി ഒരു
സിമന്റ് കെട്ടിടം വയ്ക്കാം, ഫ്ലാറ്റ് കെട്ടാന്നൊന്നും കാക്ക ചിന്തിക്കണേ ഇല്ല. അത് എത്ര കാലം മുമ്പ് ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് കെട്ടിയോ അതേ ചുള്ളിക്കമ്പ് വന്ന് തന്നെയാണ് ഈ കാക്ക കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യനോ ഒന്നുകൊണ്ടും തൃപ്തനല്ല. എന്തൊക്കെ കിട്ടിയാലും തൃപ്തിയെ വരണില്ല. എന്ന് വെച്ചാൽ ഈ മനസ്സ് തൃപ്തിയേ അല്ല. മനസ്സിന് തൃപ്തി വരികയില്ല. കുറച്ചു നേരത്തേക്ക് വരും, വീണ്ടും പോകും. അപ്പൊ സത്യത്തിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാക്കിയേ നമ്മൾ ഈ ശരീരത്തിനെ എടുക്കാവൂ. ഈ ശരീരം കൊണ്ട് നമ്മൾ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം അങ്ങോട്ട് പോകും. ശരീരം അങ്ങോട്ട് പോയാൽ ബാക്കി എന്ത്? തതേകോവശിഷ്ട ശിവ കേവലോഹം. പിന്നെ എന്ത് ബാക്കി നിൽക്കണോ അത് കേവല ശിവസ്വരൂപം, മംഗളസ്വരൂപം. അതുകൊണ്ട് ഈ ജീർണമായിട്ടുള്ള വസ്തുവിനെ എങ്ങനെ ഒഴിപ്പിക്കാം? സത്യത്തിനെ അറിഞ്ഞാൽ ഈ ജീർണിക്കപ്പെടുന്നതായിട്ടുള്ള ഈ ശരീരത്തുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് പതുക്കെ പതുക്കെ മാറും. ആത്മാവുമായിട്ട് ബന്ധം വരുമ്പോൾ ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം. ആത്മാവിലൂടെയാണ് നമുക്ക് വീര്യം വരണത്. ആ ആത്മ അനുഭവത്തില്, ആ ആത്മവിദ്യയിലൂടെയാണ് ഞാൻ അമൃതത്വമായി മാറണത്. ക്ഷീരയഴിത്ത് നിർവാണമായി ചെയ്ത് അരുൾ ക്ഷീരയഴിത്ത് അരുൾ അരുണാചല. ഇപ്പൊ ഇട്ടിരിക്കണ ഈ വസ്ത്രത്തിനെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഭഗവാൻ തന്നെ അങ്ങോട്ട് മാറ്റി തന്നിട്ട് നിർവാണമായി ചെയ്ത് നഗ്നനായിട്ട് എന്നെ നിർത്തിയിട്ട്, എന്ന് വെച്ചാൽ ആത്മാനുഭവം മാത്രം തന്നിട്ട് അരുൾ ക്ഷീരയഴിത്ത് അരുൾ അരുണാചല, അരുൾ അനുഗ്രഹമാകുന്ന ഒരു വസ്ത്രത്തെ എനിക്ക് തരൂ അരുണാചല എന്ന് രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ട്. ദേഹി എന്ന വാക്കിന് ദേഹത്തിന്റെ ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന ഒരു പൊരുൾ എന്നർത്ഥം. ആ സൂക്ഷ്മം എന്താ? മനസ്സാണ്. ഈ മനസ്സോ പല പല ആഗ്രഹങ്ങളെ ഉണ്ടാക്കും, വിക്ഷേപം ഉണ്ടാക്കും. ഈ വിക്ഷേപ നിവർത്തിക്ക് വേണ്ടിയിട്ട്, ആഗ്രഹ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ജന്മം കൂടെ വന്നിരിക്കുന്നത്. ആത്മാവോ നിത്യം യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി. ബ്രഹ്മത്തിൽ നിന്നും പിപീലികം വരയ്ക്കും. ഒരു ബ്രഹ്മാവിൽ തൊട്ട് ചെറിയൊരു എറുമ്പില് അതിനേക്കാളും അണുവായിട്ടുള്ളത് എന്തെങ്കിലും ഒരു വസ്തുവോ ആ വസ്തുവിലും ഉള്ള സംവിത്ത്, ആ ബോധം ആത്മാവാണ്. പക്ഷെ ഈ മനസ്സെന്ത് ചെയ്യണോ? ഒരു പിപീലികത്തിന് അതിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഒരു കുറച്ച് പഞ്ചസാര ഡപ്പയ്ക്കകത്ത് വീഴണം, പഞ്ചസാര കിട്ടണം, ഭക്ഷണം കിട്ടണം. ബ്രഹ്മാവിനോ അതിൻ്റെതായിട്ടുള്ള സൃഷ്ടി കൽപ്പങ്ങളും വികൽപ്പങ്ങളും ഒക്കെ. പക്ഷെ ആത്മാവോ അഖണ്ഡമാണ്, ഒരു കാലത്തും നശിപ്പിക്കാൻ പറ്റാത്തതാണ്, അത് ശാശ്വതമാണ്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പൊരുളിനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആത്മാവിനെ വി കനോട്ട് ഡിവൈഡ്. പൂർണ്ണമതഃ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ. ഇത് എങ്ങനെയൊക്കെ ഒരു മണ്ണരെ പോലെയാണ്, മുറിച്ച രണ്ടെണ്ണമായിട്ട് കാണാം. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. ഒന്നായ നിന്നെയാണ് രണ്ടെന്ന് കാണുന്നത് നമ്മൾ. അതുപോലെ ഇത് പൂർണ്ണമാണ്. ആത്മാവിനെ അതിനെ എങ്ങനെ പോലും കട്ട് ചെയ്യാൻ പറ്റില്ല, ഛേദിക്കാൻ പറ്റില്ല, മുറിച്ചു മാറ്റാൻ പറ്റില്ല. മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ്. ഇത് പാതി കിണർ താണ്ടുന്നത് പോലെ അല്ല എന്ന് വേദാന്തം പറയുന്നത്. വലിയൊരു കിണർ, ഒരാൾ ചാടുകയാണ് കിണറ്റിലേക്ക്. ഇതിന് ലെവലുണ്ടോ? അല്ലേ? നമ്മൾ പറയും, അയ്യോ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ലെവൽ ആത്മാനുഭവത്തിൽ ഒരേ ലെവലേ ഉള്ളൂ. അതിന് ഉദാഹരണം എന്താന്ന് വെച്ചാൽ ഹു ആം ഐ എന്ന പുസ്തകം രമണ മഹർഷി ഒരു കരിയിലയിൽ എഴുതി കൊടുത്ത ഉപദേശം അത് തന്നെയാണ് എത്ര കാലമായിട്ടുള്ള ഉപദേശം. രമണ മഹർഷി എന്ന് പേര് വരുന്നതിന് മുമ്പ് തന്നെ കാവ്യകണ്ഠ ഗണപതി മുനിക്ക് സന്ദേഹം തീർത്തു കൊടുത്ത അതേ ഉപദേശം തന്നെയാണ് എത്ര കാലം കഴിഞ്ഞും മഹർഷി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഫാക്ട് ശങ്കരാചാര്യർ 8 വയസ്സായ കുട്ടി ഗുരുഗോവിന്ദര മുമ്പിൽ പോയിട്ട്
ന വർണ്ണാനവർണാശ്രമാചാരധർമാഃ ന മേ ധാരണാധ്യാനയോഗാദയോപി. ഈ ദശശ്ലോകി 10 ശ്ലോകങ്ങള് ഗുരുഗോവിന്ദരുടെ മുമ്പിൽ പോയിട്ട് 8 വയസ്സായ കുട്ടി ഏതോ പുസ്തകം വായിച്ച് പഠിച്ചതല്ല, ഉള്ളിൽ നിന്നും പ്രവഹിച്ചതായിട്ടുള്ള ആ ബ്രഹ്മവിദ്യ തന്നെയാണ് 32 വയസ്സില് സുരേശ്വരാചാര്യർ പത്മപാദർക്ക് കൊടുത്തത്. പത്മപാദർക്കുള്ള ഉപദേശം അതാണ്. അപ്പോ ആത്മാനുഭവത്തിൽ മാത്രം ഇനി ലെവലില്ല. ഈ ലെവലെത്തി, ഇതിത്ര ലെവൽ, ഇതിനെക്കാളും എന്നില്ല. ഓങ്കാരപ്പൊരുൾ ഒപ്പ് ഉയർവില്ലോയ് ഉനൈ യാരറിവാർ അരുണാചല. ഇത് ഉയർവില്ല, ഇത് അതായിട്ട് തന്നെ ഇരുന്നാൽ എല്ലാത്തിനെയും അറിഞ്ഞു. അതിനുപരി വേറൊന്നുമില്ല, അതിന് കീഴെയും അതിന് സമമായിട്ടും ഒന്നുമില്ല. അതിന് സമമായിട്ട് കാലദേശാവധിഭ്യാം അനുപമിതം, അതിനെ ഉപമിക്കാൻ തക്കതായിട്ടുള്ളൊരു പൊരുള് ഈ ലോകത്തില്ല. അത് അതായിട്ട് തന്നെ ഇരിക്കാം. താനേ കാട്ടുവായി അരുണാചല. അപ്പൊ ഈ കിണർ താണ്ടുന്നത് പോലെ അല്ല. കിണർ താണ്ടി ഞാൻ പകുതി താണ്ടി, ഞാൻ മുക്കാല് താണ്ടി, രണ്ടുപേരും കണക്കാണ്. രണ്ടുപേരും കണക്കാണ്. ഇപ്പൊ രാമായണത്തിൽ നോക്കിയാൽ വാനരന്മാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, ഇത് ആർക്കാ ഈ ലങ്കയിൽ ചാടാൻ പറ്റണത് എന്ന് ചോദിച്ചു. ഇത്ര ശതയോജനം, ശതയോജന വിസ്തീർണം പുപ്ലുവേ ലവണാർണവം. ശതയോജനം, ഇത്ര കിലോമീറ്റേഴ്സ് ആർക്ക് ചാടാൻ പറ്റും ചോദിച്ചപ്പോ പല കുരങ്ങന്മാരും പറഞ്ഞു ഞാൻ ചാടും, പക്ഷെ ലങ്ക കഴിഞ്ഞ് അപ്പുറത്ത് പോകത്ത്, ലക്ഷ്യമേ വേദിച്ചു പോവും. ഒരാൾ പറഞ്ഞു ഞാൻ ചാടും, പക്ഷെ പകുതി വീഴും, ഞാൻ മുക്കാല് ചാടും, ഞാൻ അര ചാടും. ഇതുപോലെ പതുക്കെ 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 വരട്ടെ എന്നൊക്കെ നമ്മൾ പറയും. ഇത് പതുക്കെ പതുക്കെ ഒന്നും വരില്ല. നിങ്ങൾ പതുക്കെ പതുക്കെ എന്ന് വിചാരിക്കും. ശനൈഹി ശനൈഹി ഉപരതിഹി, ഉപരതി വരും എന്നല്ലാതെ ആത്മജ്ഞാനം പതുക്കെ പതുക്കെ ഒന്നുമില്ല അല്ലേ. കോടി വർഷങ്ങൾക്ക് മുമ്പേ പൂട്ടിയിട്ടിരുന്ന ഒരു റൂമിനകത്ത് വെളിച്ചം വരുമ്പോഴ് ആ ഇരുട്ട് പറയോ പതുക്കെ പതുക്കെ മാറാം എന്ന് പറയോ? ഞാൻ കോടി വർഷം കൊണ്ടുള്ള ഇരുട്ടാണ്, അതുകൊണ്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വെളിച്ചം പ്രകാശിപ്പിക്കാം, പറ്റില്ല. വെളിച്ചം എപ്പോൾ വരണോ ആ ഇരുട്ടിനവിടെ നിലനിൽപ്പേ ഇല്ല. ഇതുപോലെയാണ് ഞാൻ എന്ന അനുഭവമാകുന്ന വെളിച്ചം. ഈ വെളിച്ചം കൊണ്ട് ഏതൊരു ഇരുട്ടിൽ പോയാലും അവിടെ വെളിച്ചം തന്നെയാണ്, പ്രകാശം തന്നെയാണ്. പാർത്ത ഇടമെല്ലാം പരവെളിയായി തോன்ற ഓർ വാർത്തി സൊല്ല വന്ന മനുവേ പരാപരമേ. കണ്ണടച്ചാൽ ഒരു ജ്യോതി മാത്രം, കാണുന്നത് മുഴുവൻ ഒരു ജ്യോതിസ്വരൂപം മാത്രം, അഖണ്ഡാകാരമായിട്ടുള്ള ജ്യോതിസ്വരൂപം, ഒരു ആകാശം. ആകാശ ശരീരം ബ്രഹ്മ, ആകാശമാകുന്ന ശരീരമാകുന്ന ബ്രഹ്മം. അപ്പൊ അത് പാതി കിണറോ മുക്കാൽ കിണറോ പോലെയല്ല, ചാടി കടന്നാൽ കടന്നു എന്ന് പറയാം. മനസ്സാണ് ഈ പാതി കിണർ ചാടുന്നത് എന്ന് വെച്ചാൽ ഈ എക്സ്പെക്ടേഷൻ, ഇത്രയും ചാടി ഇനി ഞാൻ കുറച്ചുകൂടെ ചാടും, ഈ എക്സ്പെക്ടേഷൻ, ഈ മോഹം എപ്പോൾ ക്ഷയിക്കുമോ അപ്പോഴാണ് വാസ്തവത്തിൽ മോക്ഷം ഉണ്ടായിരിക്കുന്നത്. ഈ മോഹം എപ്പോൾ ക്ഷയിച്ച് വരണോ മോക്ഷം തൻ്റെ സ്വരൂപമാണ്. ആ മോഹം ക്ഷയിച്ചു കഴിഞ്ഞാൽ ശാന്തി സമൃദ്ധം അമൃതം. തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുൾ ഉണ്ടെങ്കിൽ അവിടെ ശാന്തിയില്ല. തന്നിൽ നിന്നും അന്യമായിട്ട് തനിക്ക് ഹാനി വരുത്താൻ ഒരു പൊരുൾ ഇല്ല. താനേ താനേ തത്വം എന്ന് ആര് ഉറച്ചുവോ അവൻ ശാന്തനാണ്, അവൻ സമൃദ്ധനാണ്, അവൻ പൂർണ്ണമാണ്, അവൻ അമൃതമാണ്, ഒരു കാലത്തും നാശമില്ലാത്ത പൊരുളാണ്. അവന് കിം ഭയം, അവൻ എന്തിനു ഭയം? അവന് ഭയമേ ഇല്ല എന്ന് പറഞ്ഞ് ഈ ആത്മാവ് ഖണ്ഡിക്കപ്പെടുന്ന പൊരുളല്ല എന്ന് ഭഗവാൻ ഉപദേശിക്കണു. അടുത്ത ശ്ലോകത്തില് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ.
അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്, ശസ്ത്രാണി ഏനം ന ചിന്തന്തി, ശസ്ത്രാണി ഏനം ന ചിന്തന്തി. ഈ ആയുധങ്ങൾ അല്ലേ, നിറയെ ആയുധങ്ങൾ, അക്ഷൗഹിണിപ്പടകളോടുകൂടി നിൽക്കുന്ന ഈ ആയുധങ്ങളോ നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളോ പോലും ഈ ആത്മാവിനെ മുറിക്കുന്നില്ല. അഖണ്ഡാകാരമാണ് ആത്മാവ്. ഒരു കാലത്തും മുറിച്ച് ഡിവൈഡ് ചെയ്യാനേ പറ്റില്ല ഇതിന്. അതുകൊണ്ടാണ് അഖണ്ഡം, ഖണ്ഡിക്കാനാവാത്തത് അല്ലെ. എന്നെ ഞാൻ മുറിച്ച്, എൻ്റെ അനുഭവത്തെ ഞാൻ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തു കൊടുക്കാൻ പറ്റേയില്ല. എൻ്റെ അനുഭവം പൂർണ്ണമാണ്, ഹോൾനെസ് ആണ്. പൂർണ്ണം എൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഈ ജഗത്തിൽ നമ്മൾ പൂർണ്ണത കാണാനേ പറ്റാത്തത്. എന്തൊക്കെ കിട്ടിയാലും നമുക്ക് പൂർണ്ണതയില്ല, തൃപ്തിയില്ല. എന്തുകൊണ്ടാ? ജഗത്തിൽ വി കനോട്ട് ഫൈൻഡ് എനി പാർട്ടിക്കിൾ വിത്ത് ഹോൾനെസ്. അങ്ങനൊരു വസ്തു ഇല്ല. ഉള്ള പൊരുൾ താനാണ് തത്വം, താനാണ് ഹോൾ, താനാണ് പൂർണ്ണം, പൂർണ്ണമിതം. ആ പൂർണ്ണത്തെ അവൻ അറിഞ്ഞാൽ അവന് കാണപ്പെടുന്നതെല്ലാം പൂർണ്ണമാണ്. കാരണം അവൻ പൂർണ്ണത്തിനെ മാത്രമേ കാണണുള്ളൂ. അതുകൊണ്ട് ഈ ആത്മാവിനെ വെട്ടാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പാവകഃ ഏനം ന ദഹതി. ഈ ആത്മാവിനെ ദഹിപ്പിക്കാൻ പറ്റില്ല അല്ലേ. ഈ ശരീരം ദഹിപ്പിക്കും. രമണ മഹർഷിക്ക് അതാണ് വന്നിരിക്കുന്നത് അനുഭൂതി. മരണാനുഭവം വന്നു, വിചാരം ചെയ്തു, ഈ ശരീരം നശിക്കും, ഈ ശരീരത്തിനെ ഇപ്പോ ശ്മശാനത്ത് കൊണ്ടുപോയി എരിച്ചു കളയും. ആ എരിക്കുമ്പോഴേ ഞാൻ ഇല്ലാതായി പോവോ, ഞാൻ നശിക്കപ്പെട്ടു പോവോ, ഞാൻ ദഹിക്കപ്പെട്ടു പോവോ? അതേ ഉപദേശം ഇവിടെ കൃഷ്ണൻ കൊടുക്കുകയാണ്. ഈ ഒരു അഗ്നിയും, ഒരു പാവകഃ, ഒരഗ്നിയും ഏനം ന ദഹതി, ഈ ആത്മാവിനെ ദഹിപ്പിക്കണില്ല. ആപഹ ഏനം ന ക്ലേദയന്തി, ഒരു വെള്ളവും ഈ ആത്മാവിനെ അങ്ങോട്ട് നനച്ചു കളയണില്ല. ഈ ആത്മാവിനെ പോയി നനയ്ക്കില്ലേ. നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ, ഈ കാറിനകത്തിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പോയാൽ ചിലർ ഇത് മൊത്തം കഴുകി തരാമെന്ന് പറയും, ഗ്ലാസ്സൊക്കെ കഴുകി തരാമെന്ന് പറയും. അപ്പം എന്ത് ചെയ്യാം, അവരൊരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ സ്വമേധയാ ഒന്ന് ഭയക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഈ ഗ്ലാസ്സിൽ തടുക്കപ്പെടുമെന്ന് നമ്മൾ അറിയണില്ല. അജ്ഞാനം അല്ലേ, ഇതെന്നെ ബാധിക്കണമെന്നൊരു അജ്ഞാനം. ഇതുപോലെ ഈ ആത്മാവിനെ ഇതെല്ലാം ബാധിക്കണമെന്ന് നമ്മൾ കരുതണോ, പക്ഷെ ആത്മാവിനോ ഇതൊന്നും ബാധിക്കണേ ഇല്ല, ഇതൊന്നും സ്പർശിക്കണ കൂടെ ഇല്ല. ബാധിക്കണത് ഫ്രണ്ടിലിരിക്കുന്ന ഒരു ബോഡിക്കാണ്. ആ ബോഡി ഞാനല്ല, ആ കാറ് ഞാനല്ല. പക്ഷെ ആ കാറിൽ ഒഴിക്കുമ്പോൾ ഞാനോ നയക്കുന്നു. അത് അതിൻ്റെ ഇടയിൽ ഈ കാറിനെയും അല്ലേ എൻ്റെ ശരീരത്തിനെയും ബന്ധിപ്പിക്കണ ഒരു ചിത്ത് ജഡാഗ്രന്ഥി. അത് ചിത്തുമല്ല, ജഡവുമല്ല, അതിൻ്റെ ഇടയിൽ ഒരു വാൾ, ഒരു 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 ചെക്ക് പോസ്റ്റ് പോലൊരു വസ്തുവുണ്ട്. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ ചിത് ജഡാഗ്രന്ഥിയാണ് എന്ത് ചെയ്യണത്? ഭയക്കണത്. അപ്പൊ ആ ഗ്രന്ഥി ഭേദം വരണം. ആ ഗ്രന്ഥിയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് നമുക്ക് പൂർണ്ണത വരണത്. അതുകൊണ്ട് ഒരു വെള്ളവും ആത്മാവിനെ കലക്കണില്ല, നനയ്ക്കണില്ല. മാരുതഃ നശോഷയതി, ഒരു കാറ്റും ആത്മാവിനെ ഉണക്കി വരട്ടണമില്ല. ഈ ബ്രഹ്മാനുഭവത്തെ എടുത്തുകൊണ്ടു പോകാൻ തക്കതായിട്ടൊരു കാറ്റേ ഇല്ല അത്രേ. കേനോപനിഷത്തിൽ ഒരു മന്ത്രം തന്നെ ഉണ്ട്, കേനോപനിഷത്തിൽ ഒരു അനക്ഡോട്ട് തന്നെ ഉണ്ട്. എന്താ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ, അഗ്നി പോയി ബ്രഹ്മത്തെ അറിയാൻ നോക്കണു. അവിടെ പോയി അഗ്നിയുടെ വിശേഷം എന്താ, എല്ലാത്തിനും ദഹിപ്പിച്ച് കളയും. എന്നാ ഒരു പുൽക്കൊടി എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു, ഇതിനെ ദഹിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ അഗ്നി സർവശക്തിയും എടുത്ത് അതിനെ ദഹിപ്പിക്കാൻ നോക്കണു. അത് അനങ്ങണില്ല, തല താഴ്ത്തി കീഴേക്ക് പോയി. അടുത്ത വായു വന്നു. ഞാൻ മാരുതനാണ്, മാതരിശ്വനാണ്,
കാണപ്പെടുന്നതിനെ എല്ലാത്തിനെയും ഞാൻ അടിച്ച് തെറിപ്പിക്കണവനാണ്. എന്നാൽ പിന്നെ ഈ പുൽക്കൊടി ഒന്ന് തെറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സർവശക്തി, സർവജവേന, സർവശക്തിയോടുകൂടി ആ പുൽക്കൊടിയെ അങ്ങോട്ട് അകറ്റാൻ ഒന്ന് പറത്താൻ നോക്കിയാൽ അത് പറന്നില്ല. എന്ന് വെച്ചാൽ ആത്മാവിനെ സ്പർശിക്കാൻ തക്കതായിട്ടുള്ള ശക്തി ഈ മണ്ഡലത്തിലേ ഇല്ല, അത്ര ഈ ലോകത്തിലേ ഇല്ല അത്. എന്നാ പിന്നെ എന്തിനാ ഇത് ദുഃഖിക്കണത്? പിന്നെ ഇതിനെ ഒന്നും ദഹിപ്പിക്കണില്ല, ഒന്നും നനയ്ക്കണില്ല, ഇതിനെ ഒന്നും കട്ട് ചെയ്യണില്ല, മുറിക്കപ്പെടുന്നില്ല. ഈ ശസ്ത്രങ്ങൾ കൊണ്ടോ ഒന്നും നിന്നെ മുറിവേൽപ്പിക്കാനേ പറ്റില്ല. നിന്റെ സ്വരൂപത്തിന് ഒരു തരത്തിലും ഡാമേജേ ഇല്ല. നിന്റെ സ്വരൂപം നിത്യമാണ്, ശാശ്വതമാണ്, അജമാണ്. ആ സ്വരൂപത്തിനെ നീ റെക്കഗ്നൈസ് ചെയ്തുകൊള്ളുക, നീ അറിഞ്ഞുകൊള്ളുക. പടിയായിട്ട് ഭഗവാൻ അമൃതത്വത്തിലേക്ക് കൊടുക്കുന്നു. ജഗദ്ഗുരു എന്ന് ഭഗവാനെ പറയാൻ കാരണം ഇത് അർജുനന് വേണ്ടി മാത്രമുള്ള ഉപദേശമല്ല. കൃഷ്ണൻ ഇതായിട്ടിരുന്ന് ഇതാചരിച്ച് പല പല വിഷമ സാഹചര്യത്തിലും സന്തോഷത്തോടു കൂടി ഒരേ സ്ഥിതിയിൽ കൃഷ്ണൻ ഇതിനെയൊക്കെ സ്വീകരിച്ചില്ല. കൃഷ്ണൻ കൂടെ ഓടിപ്പോവാൻ നിന്നതാണ്. ഗീത ഉപദേശം ചെയ്യണമെന്നൊന്നുമില്ല കൃഷ്ണന്. കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങാൻ നിന്ന കൃഷ്ണനെയാണ് അർജുനൻ, എന്നെ കൂടെ വരൂ കൃഷ്ണ, എൻ്റെ കൂടെ നിൽക്കൂ കൃഷ്ണ, ഒരു താങ്ങു വേണം കൃഷ്ണ, എനിക്ക് കൃഷ്ണനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പല ജോലി, ജഗദ്ഗുരുവാണ് കൃഷ്ണൻ, പലർക്കും ഉപദേശം ചെയ്യണം. നമ്മളടുത്ത് വരണമെങ്കിൽ വി ഹാവ് ടു റെക്കഗ്നൈസ് ആൻഡ് വി ഹാവ് ടു ഗീവ് ഭക്തി, ആസക്തി ടു കൃഷ്ണ. മയ്യാസക്ത മനഃ പാർത്ഥ, എന്നിൽ ആസക്തി കൊടുക്കും. ഭഗവാൻ ആരിലൊക്കെ ആസക്തി വരണോ ഭഗവാൻ ആ ആസക്തനായിട്ടുള്ളവനിലേക്ക് പോയി വീഴും, അടുത്ത് പോയി നിൽക്കും, ഉപദേശിക്കും. ആ ഉപദേശമാണ് ഇവിടെ കൃഷ്ണൻ പടിപടിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത് കാണാം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഘോഷ്ടഃ പ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. തുരീയതലവിശ്രാന്താഃ തുരീയാശ്രമാശ്രയൻ ആശ്രയേ സർവദാഹം താൻ തുരീയപദദേശികാൻ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം.